നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ 6th സ്റ്റാൻഡേർഡ് SCRT സയൻസ് ഫുൾ ചാപ്റ്ററിന്റെ റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിന്റെ പരീക്ഷയാണ്. എല്ലാവരും ഫുൾ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. റിവിഷന്റെ ഒപ്പം നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം പുറത്തിറക്കിയ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്ന പുസ്തകം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുസ്തകത്തെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവരും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ടോപ്പിക്കും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും PSCയുടെ മാറിയ ട്രെൻഡ് അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. അപ്പോൾ നമ്മൾ SCRT സയൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. 10th മെയിൻസിന് 12 മാർക്കിനാണ് സയൻസ് ഉള്ളത്. അപ്പോൾ സയൻസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു. റാങ്ക് നിർണയ ചോദ്യമൊക്കെ സയൻസിൽ നിന്നാണ് വരുന്നത്. അതും SCRT നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും വാങ്ങി പ്രാക്ടീസ് ചെയ്യുക. അത് നല്ലൊരു അസറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ ന്യൂ പാറ്റേൺ രീതിയിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം അത് നിങ്ങളെ പക്കയാക്കി തരും ഓരോ ചാപ്റ്ററും. അപ്പോൾ പുസ്തകം വാങ്ങാനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് ചെയ്താൽ മതി സയൻസ് എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും പരീക്ഷയിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സ്വാഗതം. ടെൻത്ത് മെയിൻസ് 6th സ്റ്റാൻഡേർഡ് SCRT സയൻസ് ഫുൾ ചാപ്റ്റേഴ്സ് റിവിഷൻ എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏകകോശ ജീവി അല്ലാത്തത് ഏത്? അമീബ, തവള, യൂഗ്ലീന, ബാക്ടീരിയ. രണ്ട്, കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം ഏത് പേരിൽ അറിയപ്പെടുന്നു? കോശദ്രവ്യം, ജീവദ്രവ്യം, ലിംബ്, പ്ലാസ്മ. മൂന്ന്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങൾ ഉള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. 2, ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. 3, അമീബ ഒരു ബഹുകോശ ജീവിയാണ്. 4, കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 4, താഴെ പറയുന്നവയിൽ യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാകുന്ന ഊർജം ഏതാണെന്ന് കണ്ടെത്തുക. യാന്ത്രികോർജം, ഗതികോർജം, സ്ഥിതികോർജം, രാസോർജം. 5, താഴെ പറയുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം കണ്ടെത്തുക. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മങ്ങുന്നു, മെഴുകു ചൂടാക്കുന്നു, പേപ്പർ ചുരുട്ടുന്നു, ഇവയെല്ലാം. 6, താഴെ പറയുന്നവയിൽ പൂവിലെ ആൺലിംഗ അവയവം ഏതാണെന്ന് കണ്ടെത്തുക. കേസരപുടം, ജനിപുടം, പുഷ്പാസനം, ദളം. 7, താഴെ പറയുന്നവയിൽ നിന്നും ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക. മത്തൻ, വെള്ളരി, തെങ്ങ്, ഇവയെല്ലാം. 8, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കപടഫലത്തിന് ഉദാഹരണം കണ്ടെത്തുക. കശുമാങ്ങ, ചക്ക, സീതപ്പഴം, അരണമരക്കായ. 9, താഴെ പറയുന്നവയിൽ നിന്നും നേർരേഖയിലുള്ള ചലനത്തിന് ഉദാഹരണം കണ്ടെത്തുക. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, പമ്പരം കറങ്ങുന്നത്, കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത്, മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്. 10, ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ്? വർത്തുള ചലനം, ഭ്രമണം, നേർരേഖാ ചലനം, ദോലനം. 11, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന,
ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്ന ധർമ്മം നിർവഹിക്കുന്നത് മാംസ്യമാണ്. 2. ധാന്യങ്ങളിൽ അന്നജം ധാരാളമായി കാണപ്പെടുന്നു. 3. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. 4. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗമാണ് കോഷിയോർക്കർ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. 12. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉപഭോക്താക്കൾ, ഉൽപാദകർ, വിഘാടകർ ഇവയൊന്നുമല്ല. 13. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്കു പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, തെക്ക് വടക്ക്. 14. ഓറിയോണിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രത്തിന്റെ പേര് എന്താണ്? തിരുവാതിര, കാശ്യപി, വേട്ടക്കാരൻ ഇവയൊന്നുമല്ല. 15. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയ്ക്കു പറയുന്ന പേര് എന്താണ്? തന്മാത്ര, ആറ്റം, മൂലകം, മിശ്രിതം. 16. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? അരിക്കൽ, ബാഷ്പീകരണം, ശുദ്ധീകരണം, തെളിയൂറ്റൽ. 17. ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. അരക്കെട്ടിൽ 2 അസ്ഥി, തലയോടിൽ 22, അരക്കെട്ട് 1, നട്ടെല്ല് 33. 18. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? തുടയെല്ല്, സ്റ്റേപ്പിസ്, മാലിയസ്, ഇൻകസ്. 19. താഴെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒച്ച്, വണ്ട്, പഴുതാര, ഞണ്ട്. 20. താഴെ പറയുന്നവയിൽ നിന്നും കാൽസ്യം ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുക. കുമ്പളങ്ങ, പടവലങ്ങ, പേരയ്ക്ക, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ ഇത്രയായിരുന്നു 20 ചോദ്യം. എല്ലാവരും ഉത്തരങ്ങളൊക്കെ എഴുതിയല്ലോ അല്ലേ? ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏകകോശ ജീവി അല്ലാത്തത് ഏത്? തവളയാണ് ഉത്തരം. തവള ഒരു ബഹുകോശ ജീവിയാണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. 2. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം ഏതു പേരിൽ അറിയപ്പെടുന്നു? കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ശരിയാണ്. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ശരിയാണ്. അമീബ ഒരു ബഹുകോശ ജീവിയാണ്. തെറ്റാണ്. അമീബ ഒരു ഏകകോശ ജീവിയാണ്. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ശരിയാ. 1, 2, 4 ശരി. 1, 2, 4 മാത്രം. ഓപ്ഷൻ സി. 4. താഴെ പറയുന്നവയിൽ യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാകുന്ന ഊർജം ഏതാണെന്ന് കണ്ടെത്തുക. യാന്ത്രികോർജമാണേ. യാന്ത്രികോർജം. 5. താഴെ പറയുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം കണ്ടെത്തുക. രാസമാറ്റം, കെമിക്കൽ ചേഞ്ച്, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. എ. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മങ്ങുന്നു. 6. താഴെ പറയുന്നവയിൽ പൂവിലെ ആൺലിംഗ അവയവം ഏതാണെന്ന് കണ്ടെത്തുക. എ ആണ്. കേസരപുടമാണ് ആൺലിംഗ അവയവം. 7. താഴെ പറയുന്നവയിൽ നിന്നും ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക. ഡി ആണ്. ഇവയെല്ലാം. 8. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കപട ഫലത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഫോൾസ് ഫ്രൂട്ട്, കശുമാങ്ങ, ആപ്പിൾ ഒക്കെ കപടഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 9. താഴെ പറയുന്നവയിൽ നിന്നും നേർരേഖയിലുള്ള ചലനത്തിന് ഉദാഹരണം കണ്ടെത്തുക. നേർരേഖ, നേരെ താഴേക്ക്. ഇവിടെ ഡി. മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്, ലിഫ്റ്റിന്റെ ചലനം, ഇതൊക്കെ നേർരേഖാ ചലനം, ലീനിയർ മോഷന് ഉദാഹരണങ്ങളാണ്.
10. ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ്? ഭ്രമണമാണേ, ഭ്രമണം. ബി. 11. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇതിൽ ആദ്യത്തെ പ്രസ്താവന ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്ന ധർമ്മം നിർവഹിക്കുന്നത് മാംസ്യമാണ്. അത് അന്നജമാണ് നിർവഹിക്കുന്നത്. ധാന്യങ്ങളിൽ അന്നജം ധാരാളമായി കാണപ്പെടുന്നു. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോശിയോർക്കർ. 2, 3, 4. 12. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉൽപാദകർ എന്നാണ് അറിയപ്പെടുന്നത്. ഉൽപാദകർ. 13. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഡി. തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 14. ഓറിയോണിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രത്തിന്റെ പേരെന്താണ്? എ. തിരുവാതിര. തിരുവാതിരയാണ്. 15. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയ്ക്കു പറയുന്ന പേരാണ് എ. തന്മാത്ര, മോളിക്യൂളാണ്. 16. ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിക്ക് പറയുന്ന പേര് അരിക്കൽ എന്നാണ്. എ. 17. ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. സി ആണ്. അരക്കെട്ടിൽ 2 അസ്ഥികളാണുള്ളത്, മാറലിൽ 1 അസ്ഥിയാണ് ഉള്ളത്. 18. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ് ആണ്. ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. 19. താഴെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. സി. പഴുതാരയാണ്. ബാക്കി ഒച്ച്, വണ്ട്, ഞണ്ട് എല്ലാം പുറന്തോടിന് കട്ടിയുള്ള ജീവികളാണ്. 20. താഴെ പറയുന്നവയിൽ നിന്നും കാൽസ്യം ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുക. മുകളിൽ പറഞ്ഞവ എല്ലാം. ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക, ഞാൻ നോക്കും. അപ്പോൾ ഈ ഒരു രീതി, അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്യുന്ന ആ ഒരു രീതി എന്തായാലും നിങ്ങൾ മുടങ്ങാതെ ചെയ്യണം. പറഞ്ഞ ദിവസങ്ങളിൽ റിവിഷൻ ഞങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ, ഇനി റിവിഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. റിവിഷൻ റിവിഷൻ റിവിഷൻ, എക്സാം എക്സാം എക്സാം, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളെ എന്തായാലും എക്സാം ഹാളിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.